ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിറയെക്കുറിച്ചാണ്. ജിറ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ടൂളായിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇഷ്യൂ ട്രാക്കിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പല ടാസ്ക്സും നമുക്ക് ജിറയിൽ ചെയ്യാൻ പറ്റും. ടാസ്ക്, യൂസർ സ്റ്റോറി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂസർ സ്റ്റോറി ജിറയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് യൂസർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം ജിറയിൽ നിന്ന് നോക്കാം. അത് നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ടാസ്ക് ആണെങ്കിൽ നമുക്ക് ടാസ്ക് എന്ന് കൊടുക്കാം. അപ്പോൾ യൂസർ സ്റ്റോറി ആണെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം, സ്റ്റോറി എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമ്മറി കൊടുക്കാം. അതായത് നമ്മുടെ പ്രൊജക്റ്റ് എന്താണോ ആ പ്രൊജക്റ്റിൻ്റെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് ഹയാത്ത് എന്നാണ്. അപ്പോൾ ഞാൻ ഹയാത്ത് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പിന്നെ ഓപ്പൺ ചെയ്തു, ലോഗിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കൂടെ ഒരു സെന്റൻസിൽ കൊടുത്തു. വാലിഡേറ്റ് ലോഗിൻ പേജ്. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യൂസർ സ്റ്റോറി ക്രിയേറ്റ് ആവും. ഈ യൂസർ സ്റ്റോറി എവിടെ ക്രിയേറ്റ് ആവാന്ന് ചോദിച്ചാൽ ബാക്ക്ലോഗിൽ പോയി നോക്കാം. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂസർ സ്റ്റോറി. ഇങ്ങനെയാണ് നമ്മൾ ഒരു യൂസർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്.